Ladies and gentlemen, Malayalis, welcome back to yet another video. We are reacting to Chadapacha. ഇതിൽ യുണീക്കായിട്ട് കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ IMDb റേറ്റിംഗ് കൂടുതലാണ് കമ്പയർഡ് ടു ഗൂഗിൾ യൂസേഴ്സ് റേറ്റിംഗ്. ജനറലി സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ഫാൻസ് ഒന്നും ബൂസ്റ്റ് ചെയ്ത് റേറ്റിംഗ് കൂട്ടേണ്ടതാണ്, പക്ഷേ ഇതിൽ ആക്ച്വലി അത്ര ഇല്ല. ഇവിടെ 7 കാണിക്കണം, ഇവിടെ 6.7 കാണിക്കണം. 66% ഓഫ് യൂസേഴ്സ് ലൈക്ക് ദിസ് ഫിലിം. ഞാൻ ആക്ച്വലി ഇതിനേക്കാളും ബെറ്റർ റേറ്റിംഗ് പ്രതീക്ഷിച്ചു ഇങ്ങനൊരു സിനിമയ്ക്ക്, കാരണം ട്രെയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര യുണീക്കായിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി ഇങ്ങനത്തെ കോൺസെപ്റ്റ് മലയാള സിനിമയിൽ വരുമ്പോൾ ഒന്നുകിൽ ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസ് ശരിക്കും മലയാളീസ് ആയിരിക്കില്ല, കാരണം ഈ റെസ്ലിംഗും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന മലയാളീസ് കുറവായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനത്തെ ഒരു റേറ്റിങ്ങിലോട്ട് പോയത്. മേ ബി റെസ്ലിംഗ് കണ്ടു വളർന്ന് ഞാനും ജോൺസിനെയും അണ്ടർടേക്കറിനെയൊക്കെ കണ്ടാണ് വളർന്നത്. സോ എന്നെ പോലത്തെ ഒരാൾക്ക് മേ ബി ഇതിന് കൂടുതൽ ഇഷ്ടപ്പെടുമായിരിക്കാം. ഐ മൈറ്റ് ബി പ്രോബബ്ലി എ ബെറ്റർ സ്യൂട്ടഡ് ടാർഗറ്റ് ഓഡിയൻസ് ഫോർ ദിസ് മൂവി. സോ ഐ ഹാവ് മോർ ഹോപ്പ്. ഈ റേറ്റിംഗ് കണ്ടിട്ട് എനിക്ക് അധികം ഡിസപ്പോയിൻമെൻ്റ് ഇല്ല. മേ ബി ഐ വുഡ് ലൈക്ക് ദിസ് ഫിലിം ബെറ്റർ ദാൻ വാട്ട് ദ റേറ്റിംഗ് സീസ്. ഓൾസോ സംതിങ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് ഞാൻ ഇത് എടുക്കണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നി. ഞാൻ സാറിന് സെർച്ച് ചെയ്ത് വെച്ചിട്ട് ഫിലിമിനെ പറ്റിയൊരു ഓവർവ്യൂ നോക്കാറുണ്ട്. ഇവിടെ കാസ്റ്റിൽ മമ്മൂട്ടി കിടക്കണം. ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. മമ്മൂട്ടിയെ ഞാൻ ടീസറിൽ കണ്ടില്ല, ഇവിടെ ഒന്നും പോസ്റ്റേഴ്സിലൊന്നും കാണുന്നുമില്ല. എയ്തർ പിന്നെ നറേഷനിലൊക്കെ ഇങ്ങനെ ആക്ടേഴ്സ് വരുമ്പോൾ അവരുടെ കാസ്റ്റിൽ കൊടുക്കാറുണ്ട്, അങ്ങനെയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും ക്യാമിയോ ഉണ്ടോ അതും എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്കറിയാം, ലൈക്ക് ഞാൻ മലയാളി ആണെങ്കിൽ കൂടി എൻ്റെ മലയാളം ഫിലിം നോളജ് കുറച്ച് കുറവാണ്, കാരണം ഫെയർലി ന്യൂ ആണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ അധികം ഫിലിംസ് ഞാൻ കണ്ടില്ല. ഇഷാൻ ഷൗക്കത്തിൻ്റെ ഫിലിംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അർജുൻ അശോകൻ്റെ 1-2 ഫിലിംസ്, സുമതി വളവ്, രോമാഞ്ചമൊക്കെ റീസെൻ്റ്ലി റിയാക്ഷൻ ഈ ചാനലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് യു വാണ്ട് ടു. റോഷൻ മാത്യുവിൻ്റെ കുറച്ച് ഫിലിംസ് എനിക്കറിയാം. വിശാഖ് നായൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടത് ഓർമ്മയുണ്ട്. ലക്ഷ്മി മേനോൻ, കുറച്ച് ആൾക്കാരുടെയൊക്കെ കുറച്ച് ഫിലിംസ് എനിക്കറിയാം, അധികം അറിയില്ല. ഇഷാൻ ഷൗക്കത്തിൻ്റെ ചതപ്പച്ച, മാർക്കോ ഞാൻ കണ്ടില്ല, പടക്കണവും കണ്ടില്ല, ഡെഡ് ലൈൻ കേട്ടിട്ട് കൂടിയില്ല. ഓക്കെ, ഇതിൽ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ലബനോ നമുക്ക് നോക്കാം. മാർക്കോ ആകുമ്പോൾ കുറേ സെൻസറിങ് ആവശ്യം വരുമെന്ന് തോന്നുന്നു. പടക്കളം ഞാൻ നല്ല സിനിമയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മേ ബി വി ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട് ടു ആഫ്റ്റർ ദി. സുരാജ് ഉണ്ട് അല്ലേ? ഓക്കെ, സോ വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ഇറ്റ്. ഹോൾഡ് ഓൺ എ സെക്കൻഡ്, ഞാനൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്യട്ടെ സ്ക്രീൻ. സാധാരണ ഞാനില്ലേ ഇതിലെ ഇൻട്രോ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, പക്ഷെ ഇവിടെ സ്പെഷ്യൽ താങ്ക്സ് ടു മമ്മൂട്ടി ആൻഡ് മോഹൻലാലോ അങ്ങനെ എഴുതി കാണിച്ചു. എന്തായിരുന്നു അത്? സ്പെഷ്യൽ താങ്ക്സ് ടു മമ്മൂട്ടി, സ്പെഷ്യൽ താങ്ക്സ് ടു മോഹൻലാൽ. എനിക്ക് കുറേ ഹോപ്പ് തരുന്നുണ്ട് ഈ ഒരു ഇൻട്രോ. ഇത് ഉള്ളതാണോ അല്ലാത്തതാണോ? ലെറ്റ്സ് സീ. ഹോൾഡ് ഓൺ ബ്രോ. The sound effects, man. Frog splash, come on. Bro, പുള്ളിക്കാരനെ വെയിറ്റ് വെച്ചിട്ട്. Why is she a lady? Like, what a mixed ആണ് ഇത്. എന്താടാ മോനെ, ഒക്കെ താഴെ പോയില്ലേ ഇപ്പൊ? ഡൂഡ്, ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ആണല്ലോ. എന്താ ഇത്? കുറച്ച് ഓവറാട്ടോ, ഇത്രയും ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. കിഡ്സ്, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ബാറ്റിസ്റ്റ ബോംബായിരുന്നു. ഞാനിപ്പോ പറഞ്ഞു കൂട്ടത്തില് മെയിനെന്ന് തോന്നുമെങ്കിലും ഇത് ഞങ്ങൾ 3 പേരുടെയും പരിപാടിയാണ്. ലോഗോ ആളച്ചിരി ഇടങ്ങേറാണ്. പിന്നെ ചോറുണ്ടാ സീനില്ല അമ്മേനാ ഏറ്റവും വലിയ ടോപ്പ് കാട്ടോസ്തി ചാമ്പ്യനായിരുന്നു കൊല്ലത്തുവാണി. പിടിച്ചിരിക്കണ ഒരു കാർണിവൽ രാത്രി മമ്മിയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഗുസ്തി കാണാൻ ചാടി. ആളെ പിടിയിട്ട് കൊച്ചിയിലെ പഴയ പെശക മച്ചാൻ വാൾട്ടർ ലോബോ. എന്റെ അപ്പൂപ്പൻ 6 വർഷം എന്റെ ഫേവറേറ്റ് ചിലെത്തി. അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഫയൽവാനായി മാറി. കളത്തിലിറക്കി. ആളുടെ കളർഫുൾ അങ്കോട്ടിയും വിചിത്രമായ പോസൊക്കെ കണ്ട് ആൾക്കാരാദ്യം കളിയാക്കി ചിരിച്ച് വാൾട്ടർ മാനയുടെ ഗർവടിക്കി. പിന്നെ അപ്പൂപ്പിലോട്ട് പോന്നു. അപ്പൂപ്പനൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അന്ന് മുതൽ വാൾട്ടർ ഒരു ഹീറോ ആയി മാറി.
പിന്നെ ഒരു വാൾട്ടർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡ് പോണ വാൾട്ടർ വൈറ്റ് ആണ് ബ്രേക്കിംഗ് ബാഡിലെ. അപ്പം മമ്മൂട്ടി ഇതിൽ ഫുൾ ഓൺ ആയിട്ടുണ്ടോ? ടീസറിലൊന്നും പറഞ്ഞ പോലില്ലല്ലോ. വാൾട്ടറിനെ പോലെ ഗുസ്തി പിടിക്കണ ആൾക്കാര്, അതേ തിളക്കം, അതേ കറക്കം, അതേ അണ്ടർടേക്കറാണ്. ലിറ്ററലി ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഒക്കെ നിങ്ങൾ കാണല്ലേ, നിങ്ങൾ ചെയ്യല്ലേ. ദിസ് ഇസ് എ വെരി ബാഡ് ഐഡിയ ബ്രോ. ഇഫ് കിഡ്സ് ആർ വാച്ചിങ് ദിസ്. ലാലേട്ടന്റെ ചോട്ട മുമ്പ് ഇറങ്ങണത്. ഇതാരത്? അവനൊന്നും ചെയ്തില്ലല്ലോ. Oh, what the hell, bro? This is child abuse. Bro, what? പിള്ളേരാണ്. ഡൂഡ് റേമ സ്റ്റീഡിയോ എന്നാ മൂസാണോ ഇത്? ബ്രോ പോലീസ് കേസാണ് കേട്ടോ ഈ സംഭവത്തോടുകൂടി കല്ലത്ത് മാണിയും വാൾട്ടറും തമ്മിൽ പൊരിഞ്ഞ മാണി സാവിയോനെയും മെട്രീനെയും സുപ്രജമനെ ഏൽപ്പിച്ച് മമ്മി എന്നെ കൊണ്ടുപോയി. ഒന്നും മാറിയിട്ട് ഇപ്പൊ വർഷങ്ങളായി. ചിലപ്പിനെ കണ്ടാ പോലും അവന്മാർക്ക് മനസ്സിലാവില്ല. ബട്ട് ഐ ആം ബാക്ക് വിത്ത് എ പ്ലാൻ. അത് നമ്മുടെ നാട്ടുകാരെ കാണിക്കാൻ പോണാണ്. ഒന്നും നമ്മുടെ ഷൗക്കത്തില്ലേ അംബേദ്കർ കൂൾ ബാർ. മനസ്സിലാണ്. ഇതാരത്? നാശാണ്. ഇതാരാണ്? അവളെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, പ്രത്യേകിച്ച് അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം. സാഗർ റാണി അവനെന്താ കെട്ടിവെച്ചതാണ്. You don't think he did it? അവനാരെങ്കിലും ചെയ്ത ബ്രോ. That was close. തിരിച്ചു Damn. സൂപ്പർ സ്പീഡ്, സൂപ്പർ പവേഴ്സ് ഉണ്ടോ? ഓ, ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരൻ ഇതുവരെ ഈ ലുക്കിൽ ഞാൻ കണ്ടിട്ടില്ല. He looks different. കുഴപ്പമൊന്നുമില്ലെന്നേ. വാ. വൈകിട്ട് തിന്നെന്താ? ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി. വേഗം റെഡി ആയിക്കോ, പോയി അതായിരിക്കും. ബൈക്ക് ബുള്ളറ്റ്. തിരിച്ചടി. നൈസ് റിയൂണിയൻ. ഓ, വലിവുണ്ടല്ലേ.
ബ്രാൻഡി ഓർട്ടൺ. ബ്രാൻഡി ഓർട്ടൺ എന്താ ബ്രാൻഡി എന്ന് പേര്? എന്താ അത്? നീ പറയടിക്കണ്ട, നമ്മുടെ കൊച്ചിയല്ലേ, പരിപാടി സെറ്റാക്കാം. ഞാൻ വിളിച്ചില്ലേലും വരും. ഇപ്പൊ കറക്റ്റായി. ഇപ്പൊ സുന്ദരനായി. ഓ ഹലോ മാഡം, എനിക്ക് സ്റ്റിക്കർ ഇല്ലേ? ആയിട്ടില്ല. ഓ അത് റോസ് നമ്മുടെ ഫേവറേറ്റ് പീപ്പിൾസിന് മാത്രം. ഞാൻ ഐഡിയ പറഞ്ഞാലേ. കുലിക്ക് സർബത്തൊന്നും വേണ്ടട്ടാ. പറയേ. അതിനെന്താ കുഴപ്പം? എടാ ഇവിടെ മുട്ടിന് കുലുക്കിയടാ. തട്ടുകട, അത് ശരിയാണ്. തുണിക്കട, ദേ വീണ്ടും ഫ്രഷ്. മീൻകട. ശരി, അവർ ഉദ്ദേശം നമ്മളെ രക്ഷപ്പെടണം, നമ്മുടെ ചങ്സിനെ സംരക്ഷിക്കണം. ദാ കളിക്കാണോ? ഒന്ന് താടൊരു സാമി, തരാമറ. അവനിപ്പോ തരൂടി. എടാ പറടാ. പറടാ. നമ്മുടെ മച്ചന്മാരിങ്ങനെ ഇടിയും പിടിച്ച് നടന്നവന്റെ എന്താ അത്? നോക്കിയേ, ഇത് കോപ്പിറൈറ്റ് ആവുമല്ല. ഇതെന്താ അത്? ഓ ബ്രോ, ഇത് ചില ഓഡിയൻസിന് മേ ബി അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാനിതിൻ്റെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് എൻ്റെ മോനെ അവരടി. മോർണിംഗ് ഞാനത് കുറേ ചെയ്തിട്ടുണ്ട്, കുറച്ച് കിട്ടിയിട്ടുമുണ്ട്. ചെലപ്പോ നല്ല വേദന അത്, പൊന്നു പ്രത്യേകിച്ച് നനച്ചാല്. നമ്മേക്കണതാ അമ്മയാ. ആ റോസമ്മ. So you call me Rosa, okay? ഓക്കെ. ഇതാരിത്? എന്തേ പായസോ പാലടാണ്? ആ ലോട്ടസിന്റെ മോൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞ്. ഓർമ്മയുണ്ട് നിനക്കെന്നെ? എടാ നമ്മുടെ സുപ്രജാമ. രണ്ട് ദിവസമായി അവൻ ലോങ് ഓണിക്ക് പോയിക്കണാണ്. ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല, നമ്മുടെ റേഞ്ചില്ല, നമുക്കറിയാലോ. അവനോടൊരു കാര്യം പറ. 2 ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ വന്നില്ലെങ്കിൽ അവന്റെ അമ്മ അങ്ങോട്ട് ചെല്ലുന്നു പറഞ്ഞേക്ക്. ചീളി വെറുതെ നോക്കി കിട്ടൂല. നമ്മള് പറഞ്ഞ മൂടില്ലേ, തന മൂടിലൊന്നും നോക്കിയേ. This is my childhood, man. This is my childhood. ഇത് മിസ്റ്റർ വർക്കി. പറന്നോണ പരുന്നില്ലേ, അതിനൊരു കൈ എത്തിച്ചു പിടിക്കും. പിന്നെ ഇവന്മാരെ വെച്ച് പടം പിടിക്കണല്ലേ. അതാണ് നമ്മുടെ വാൾട്ടർ പറയണ പോലെ ഒന്നും നോക്കണ്ട. ദേ കുരുവി, മനസ്സിലായ? സാധാരണ കുരുവി ഓടിയിടുന്ന തീറ്റ എടുക്കലേ ആണ്, പക്ഷെ ഈ കുരുവി ഓടിയിടുന്ന തീറ്റ കൊടുക്കും. ഞാൻ പറഞ്ഞാരെന്തേ കോസ്റ്റ്യൂം കുസ്തിയ ഇത് പോയടപ്പാ. ഇത് നാട്ടിലെ പരിപാടി നടക്കുന്നു പോകണ്ട. താനെ ഇനി കോമാള് തെളിപ്പിക്കണ, അല്ലെങ്കിൽ ഇവന്മാരെ നാട്ടുകാരന്മാരെന്നാണ് പറയണത്. നമ്മളെ ദിവന്മാരെ കാർണിവലിന് ആള് കൂട്ടണ മാത്രമേ കണ്ടിട്ടുള്ളൂ. എടാ കോസ്റ്റ്യൂം കുസ്തിക്ക് നാടകീയത ഉണ്ട്. ശരിയാണ്, ഇവിടെ വന്നാൽ ഞാൻ വല്ലപ്പോഴും കാണാൻ പോകും. കാണാനാരുണ്ട്? റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് എടാ ഈ പരിപാടിക്ക് ആൾക്കാർ നല്ലൊരു മാർക്കറ്റിംഗ് ടീമാണ്. അതുകൊണ്ടെങ്കിൽ പരിപാടി നടക്കും. പുതിയ വള്ളിയേട്ടൻ ഇറങ്ങിയിരിക്കുകയാണ്. കോപ്പും പണി പാടുമല്ലോ. അങ്ങനെ വെറുതെ ജീവിച്ചെടുക്കാൻ എനിക്ക് മനസ്സിലടാ. ആൾക്കാർ ഓരോന്നുള്ള കേസല്ലേ, നമ്മളെവിടെ നിക്കണ്? ഓ നോ, ലെറ്റ്സ് ഗോ. നല്ല വയറിറക്കി ഉണ്ടായിരുന്നല്ലേ. കോപ്പിറൈറ്റ് മ്യൂസിക് കുറെ ഉണ്ട്, എനിക്ക് കേൾപ്പിക്കാൻ പറ്റൂല. ഇത് ശരിക്കുള്ള അടിയല്ല. ബിഗ് ഷോ.
മതി 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 മതി. നിങ്ങൾ പൈസ മേടിക്കുക ആ ഗ്യാപ്പില്. ഓ മാൻ ബ്രോ. ഹാപ്പി 6 weeks ബേബി. താങ്ക് യു. 6 weeks-ഓ? നമസ്കാരം. നമസ്കാരം. अंकु मैं रेस्टर बनाना होना पूरा सपोर्ट देता दो ना ഞാൻ റെസ്റ്റോറന്റ് പോണാണ് ടിവി കാണുന്ന പോലെ. കെട്ടിയനാണത്. ഇടും. എന്നിട്ട് എൻ്റെ അമ്മക്ക് ഒരു പഞ്ചലോഹ വിഗ്രഹം ഞാൻ മേടിച്ചു തരും. വിഗ്രഹം. അപ്പൊ എങ്ങനെയാപ്പാ അപ്പനീ പരിപാടിക്ക് ഓക്കെ അല്ലേ? ബാക്കിലെ പുള്ളിക്കാരൻ അടിച്ചോണ്ട് പോവല്ല. നിങ്ങളുടെ വാൾട്ടറിനെ ഓർത്തിട്ടാ. എടാ നിനക്കൊക്കെ വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ പാടില്ലേ? ചേട്ടാ പണിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു ചാൻസ് നോക്ക്. ആകത്ത് കിടക്കണമെന്ന് പുറത്തിറങ്ങട്ടെ. അവനിട്ട് ഞങ്ങൾ പണിയും ചെയ്യും ചേട്ടാ. വിട്ടുകള ജിൻസാ, 7 കൊല്ലമായില്ലേ? എന്ത് വിട്ടുകളയാൻ? അല്ല, എങ്ങനെ വിട്ടുകളയാനാണ്? ജോൺസാ, ഞങ്ങളുടെ കുടുംബത്തിലെ കൊച്ചായിരുന്നു ജാസ്മിൻ. നമുക്ക് നോക്കടാ. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഗുസ്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഐറ്റം ഗാട്ട. എങ്ങനെയും ഇതൊക്കെ ഒന്ന് ഓണാക്കണം ആശാനെ. അവന്മാരുടെ അവസ്ഥയൊക്കെ ഷോകണം. ഐറ്റം മാണിയുടെ മോൻ. അപ്പൊ ഇവൻ വില്ലൻ ടീമാണ്. എനിക്ക് എനിക്കാണ് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആശാനെ ഈ പീക്കിരി പിള്ളേരെ പറ്റിക്കണം പരിപാടി ചെയ്തിരുന്ന പറയില്ലേ? ഞാനേ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ആരെയും തല്ലാറില്ല. പക്ഷെ നീ ഇങ്ങനെ സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചാ ചിലപ്പോ തന്നു പോകൂട്ടാ. എന്നെ ഇടക്കിരുത്തണ്ട. വന്ന എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വില്ലനെ നമ്മുടെ പരിപാടിയൊക്കെ ആണല്ലേ? എന്താ സംഭവം? ഫോർ മൈ അപ്പൻസ് ലെഗസി. ഇത്തവണ തള്ളിലേക്ക് ഏറ്റവും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് കാശൊക്കെ ഇറക്കി അങ്ങ് ഗ്രാൻഡ് ആക്കാന്ന് വിചാരിച്ചു. വന്നേക്കണം. ഓ പിന്നെ സവി, എടാ എൻ്റെ ചേട്ടൻ പുള്ള ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു. അവൻ കനം വെച്ചാനായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഫീൽഡ് ഔട്ട് ആയില്ലേ? സോ സാഡ്. ഔട്ടായെന്ന് കാണിച്ചു കൊടുക്കടാ സാവി. ഓർമ്മയുണ്ടാ? എന്താടാ മുളകലാണ്. പിന്നെ നമ്മുടെ പഴയ കല്ലിയല്ലേ ഇത്? എന്തായി? നീ അവനെ പോയി കണ്ടാ? ഭുവനെ ചാടാ അവൻ എവിടെയാ? കാണുന്നില്ല. എന്നെ പോയി കാണാൻ സമ്മതിക്കണില്ല. സ്മഗ്ലിംഗ്. എന്താ പറ്റിയെന്ന് പോലും എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. ഈ ഒരു ടൈമിലാ ചെറിയ എന്റെ ടീമിന്റെ ഒപ്പം വരുന്നത്. റോങ് ടീമല്ലേ? അതിന്റെ ഇടയിലാണ് വെട്രി ജാസ്മിൻ ഇറക്കിക്കൊണ്ട് വന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏതാണ്ട് വലിയ ഡീല് കടത്തുന്ന ടൈമിലാണ് ആ SI ഗ്ലാഡ്വിൻ വെട്രീനെ പൊക്കണത്. അവര് വെട്രീനെ പൂട്ടി. ആ ടൈമിലാണ് പ്രസവത്തിൽ നമ്മുടെ ജാസ്മിൻ. ഓ ഷിറ്റ്. അതാണ് മറ്റേ കൊച്ച്. കഥ ക്ലിയർ ആയി. വളരെ നന്നായി. ഇതിപ്പോ എങ്ങനെ ഇങ്ങനെ പഠിത്തെടുത്തു? അവിടെ ഇവിടെ ആൾക്കാർ നിൽക്കണത് ഇതായിരിക്കും നമ്മുടെ എൻട്രൻസ്. ഇന്നത്തെ നല്ല ചെലവില്ലേ? കാശ് കൊണ്ട് കിട്ടും. ഇവിടെ ഇരിക്കും നമ്മുടെ റെസ്ലിംഗ് റിംഗ്. അതെ, നമ്മളെ കൊണ്ട് നടക്കുമോ സാവി? ശ്രമിക്കാതെ ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ. നമ്മുടെ നാട്ടുകാരുമ്പിൽ ആരാ? വെറും തല്ലിപ്പൊളികൾ. ഇത് നമ്മുടെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ്.
ഷടാ. എന്നെ കൂടെ കാണിക്കേ. അപ്പൊ തുടങ്ങല്ലേ? പക്ഷെ ഇവര് മാർക്കറ്റിംഗ് ഇല്ലാതെ ആള് വരൂല. തവല ട്രിപ്പിന് പോണേണ. ഒന്ന് പോടാപ്പാ, ഇവിടെ പണിപാളി ഇട്ടിരിക്കണ. എന്നിട്ട് സവി കളിക്കല്ലേ? എന്താന്ന് പറ. പോയി മേടിച്ചേച്ചോടെ കുറച്ച് അനുസരിച്ച് മേടിച്ചോണ്ടേ തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ മാറ്റി നിർത്തണം. എന്താ പറ്റിയേ? ചെറിയ മട ഇറങ്ങി നല്ല കാര്യല്ലേ? എടാ താൻ ചുമ്മാ പേടിപ്പിക്കാണ്ട് കാര്യം പറ. എടാ വെട്ടറി ഞാനായിട്ടോടെ ക്രോസ് കാണാൻ പാടില്ല. അതെന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ചോദിക്കോന്ന് ഞാൻ പോണെങ്കി അത് പറ. വെറുതെ ആളിയിട്ട് ഓടിക്കരുത്, മനസ്സിലായോ? എന്റെ പഞ്ചസാര, ഉപ്പ്, ചായപ്പൊടി. ജിറേനും തമ്മിലുള്ള പരിപാടി കുറച്ച് ഓവറായിരുന്നു. ജാസ്മിൻ ഗർഭിണിയായ സമയത്ത് വെട്ടറി ജാസ്മിൻ്റെ ഒരു കാര്യം നോക്കിയിട്ടുണ്ടായില്ല. പോലും കയറാറില്ലെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ചെറിയനെ പൂട്ടാൻ ഉറപ്പിച്ചു. അപ്പോൾ ഇവൻ വിളിച്ചിട്ടാണ് അവൻ അകത്ത് പോയത്. അതാണ് സംഭവം. അത് ആണോ മനസ്സിലായില്ലേ ബ്രോ? ഞാനാ നമ്മുടെ വെട്ടറിന് ഇട്ടുകൊടുത്തേന്ന്. ഞാനന്നങ്ങനെ ചെയ്തുകൊണ്ടല്ലേ വെട്ടറിക്ക് പിന്നെ ജാസ്മിനെ കാണാൻ പറ്റാ. ഞാൻ ജയിലിലേക്ക് പോയപ്പം അന്നവൻ എന്നെ നോക്കിയ നോട്ടം. സായി, തന്റെ പേടി എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊന്നും മനഃപൂർവ്വമല്ല. എനിക്കൊരു പ്രശ്നം വരുമ്പോ എല്ലാരും കൂടെ നിൽക്കൂലേ? ജാസ്മിന് വേണ്ടിയിട്ടായിരുന്നില്ലേ? നിന്റെ കൂടെ ഞാനുണ്ട്. സംസാരിച്ച് തീർക്കണം. കൂടെ നിൽക്കൂടാ. ഒന്ന് നോക്കണം, ഞങ്ങൾ വരാൻ വൈകും. അപ്പൊ എന്നെ കൊണ്ടോണില്ലേ? അതിനിത് പിള്ളേരെ പരിപാടിയുള്ള കൊട്ട. മാണിച്ചാൻ പ്രൗഡല്ലേ? പ്രൗഡായില്ല. അപ്പം പ്രൗഡാ. മൈറ്റി മൈറ്റി മാണി. സാറ്റിസ്ഫൈഡ് അല്ല. ഒന്ന് പോടാ, ഞാനിത് കാണണ്ട്. ഫ്രീ ആയിട്ട് ബിയർ കിട്ടോ കൊട്ടാ? ഫ്രീ ആയിട്ട് ബിയറാ? ഫ്രീ ആയിട്ട് കിട്ടോ? എന്താണ്ടാ മക്കളോ എങ്ങോട്ടാ പരിപാടി? പോലെ ഇല്ല അല്ല ജനം പോലെ പോലെ. മച്ചാനെ ഫ്രീ ആയിട്ട് ബിയർ എടുക്കേണ്ട ബഡ്ജറ്റ് നല്ല പണിഞ്ഞിട്ടുണ്ടല്ലോ. ഓ നോ ബ്രോ. അയ്യേ, ഇത് പറയാനാണോ നീ ചാടിയത്? Dude, I'm getting goosebumps.
മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങളുമായി കൊച്ചിയിലെ ഇടനാഴികളിലൂടെ നൈട്രോ പിബി. ഓ ബ്രോ എന്ത് കളിക്കാനാ തുടങ്ങണ മാച്ച്? ഇതൊരു അൺഫെയർ ഇവന്റ് പോലെ തോന്നുന്നില്ല. ഒറ്റടിയിൽ എന്തായാലും മറ്റേ പിള്ളി വീഴൂല. ഡോണ്ട് സെലിബ്രേറ്റ് യെറ്റ് മാൻ. എണീച്ചു പാടോ. ഓ ഷിറ്റ്. ഇനി ഉയർപ്പാണ്. ഇതെന്താണ് കൊച്ചു പിള്ളേരിങ്ങനെ അടിക്കണ്ട്. ഓ ഷിറ്റ്. ഫ്രോഗ് സ്പ്ലാഷ് ബ്രോ. ഇത്രയും വെയിറ്റ് വെച്ച് ഫ്രോഗ് സ്പ്ലാഷ് ചെയ്താല് ഓ ഓ 619. Let's go. ഞാനും അങ്കൂറിലും തമ്മി കടുത്ത പ്രണയത്തിലായിപ്പോടാ. ഞങ്ങ പോണേണ്, അന്വേഷിക്കണ്ട. പിന്നെ വർക്കിയുടെ അടുത്ത് വേദനിപ്പിക്കാണ്ടെന്ന് അവതരിപ്പിച്ചേക്ക്. നമ്മുടെ പരിപാടി നന്നാവട്ടെ. തോന്നിയായിരുന്നു. അടിയിലൊരു കോംപ്രമൈസും ഇല്ലാത്തവൻ, മലയോടും മല്ലിടുന്നവൻ, Use it, man. Use it. അവിടെ പോയിട്ടുള്ള നേത്രമാലികളുടെ തീക്ഷ്ണതയും ആരെയും ഭസ്മാക്കാൻ കെൽപ്പുള്ളവൻ. ദേശത്തിരിക്കാണ്. സ്വന്തമായിട്ട് വൈഫോളം നിനക്ക് പറഞ്ഞ മനസ്സിലാവും. ഓ നെഞ്ചിലെ കത്തലാശാനെ കണ്ടത് മസിലല്ല, മനസ്സ് നോക്കണേ. എന്താ പറയുന്നത്? This is for the Grand Cochin Championship. For the final fight, get ready to be dancing.
കിട്ടുന്ന അതാണ്. ഓ ഷിറ്റ്, അവൻ ഇറങ്ങി. ഓ ആള് മാറി. പമ്പ് സാധാരണ 5 അടിപൊളി നീങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുണ്ടായി. ഇടിക്കട്ടെങ്കിൽ വയ്യാക്കിടിയടാ. ഒരു വഴിയുള്ളൂ. പഴയ കട്ടിലിടി. ഇനി ഒന്നും നോക്കണ്ട. ചത്ത പച്ച. ഓ നൈസ് ബ്രോ, ദേ ട്രെയിൻഡ് വെൽ ഫോർ ദിസ് മാൻ. അമ്മാതിരി പണിയെടുത്തിട്ടുണ്ട് ഇവര്. സ്റ്റൺസ് ആർ വെരി ഗുഡ്. RKO. RKO, വീണ്ടും RKO. Frost Splash. ഓ അവൻ്റെ ആസ്മ. അയ്യോ, എൻ്റെ സാധനം കൊടുക്കും. എണീറ്റോ? ഓ ഡാം ബ്രോ. ഈ സ്റ്റൺസ് ഒക്കെ ഭയങ്കര ചൂട്. എന്തുദ്ദേശത്താണ്? ഓ ഷിറ്റ്, നൈസ് സേവ്. Choke slam. സാരി എടുത്ത് റഫർ ചെയ്യാൻ ആദ്യമായിട്ടാണ്. ചെറിയാണ് സംഭവം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് പുതിയ അവതാരം വെട്രിയോ ബ്രോ. റോഷൻ കയ്യിന്ന് പോയല്ല. ആരാ നമ്മുടെ സാവിയോ ചേട്ടൻ. പക്ഷേ ഇപ്പൊ ചെന്ന പേര് വേറെ. റോഷൻ ഇഷ്ടപ്പെട്ടില്ല. ലോഗോ ലോബോ. ഇനി നമ്മയാണ് ഫീൽഡ് ഔട്ട് ആയത്. സോപ്പിന്റെ ഒക്കെ കണക്ക് നോക്കിയാൽ വാങ്ങൂടെ തെണ്ടികളെ. ഇത് നമ്മ വിചാരിച്ച പോലെ അല്ലല്ലോ, കയ്യിന്ന് പോയല്ലടാ. നീ അവിടെ വിളിച്ചു നോക്കിയാ? വിളിച്ചിട്ടെടുത്തില്ല, ഒന്നുകൂടെ വിളിച്ചോ. ഗുഡ് മോർണിംഗ് റോസമ്മ. ഗുഡ് ഈവനിങ് സാവിയോ. ഗുഡ് ഈവനിങ്. താനെന്ത് പരിപാടിയാണ് കാണിച്ചത്? പിള്ളേരൊന്നും കേറ്റൂലെന്നും വലിയ ആൾക്കാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ആ ചിപ്പൻ വരെ കയറിയല്ല. ഏത് ചിപ്പാൻ? താൻ പോടും. തോനും കൂടെ കൂട്ടിട്ടല്ലേ. നാളെ തന്നെ എന്റെ വീട്ടിൽ നിന്ന് പൊക്കോട്ടാ. അത് നമ്മൾ വെട്രിയല്ലേ റോസമ്മ? ഓ ബ്രോ,
മറന്നുപോയി അതൊക്കെ. എന്ത് സംഭവിച്ചത് അത് കഴിഞ്ഞ്? Oh no. She doesn't like him. റോസമ്മയ്ക്ക് അറിയൂ കാര്യങ്ങളൊക്കെ. ഇന്നലെ എന്താ സംഭവിച്ചത്? അവനെല്ലാം അറിയൂ. ഞാൻ വെള്ളത്തിൻ്റെ അടുത്തതിൽ പറഞ്ഞ ഒന്നും അറിയില്ല. അയാൾക്കൊന്നും അറിയാൻ പാടില്ലേ? പറയാതെ വച്ചോണ്ടിരുന്ന അവസാനം പണിയാവും. സാവി ബോ അങ്ങനെ വിചാരിച്ചിട്ട് പോലില്ല. വെറുതെ ഇല്ലാത്ത കാര്യം ചോദിച്ചു പ്രശ്നമൊക്കെ നിൽക്കണ്ടോ? ഇതാണ് പ്രശ്നം. പോണേ മറച്ചു വെക്കല്ലേ, കാര്യം പറയേ. എങ്ങനെ ഉണ്ടായിരുന്നടാ അന്തർവേൾഡ്? ജയിലിൽ പോയി ആരെയും കാണാൻ സമ്മതിച്ചില്ല. എന്തായാലും നീ ഒന്ന് പുറത്തിറങ്ങാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു. പൊക്കണ്ടവനെ. അതൊന്നും വേണ്ട, ഞാൻ അതൊക്കെ മറന്നു. നിന്റെ എത്ര കൊല്ലം പോയത്? എൻ്റെ കൊല്ലം പോയതിൻ്റെ കണക്കൊന്നും അല്ലളിയാ. അവസാനമായിട്ട് ജാസ്മിൻ ഒന്നും കാണാനും കൂടെ പറ്റിയില്ല. അത് എന്നാ പറ്റിയത്? വെറുതെ ബാഡ് പിടിക്കില്ലേ ബ്രോ? പൂവൊക്കെ കൊച്ചൊക്കെ ഉള്ളതാ. ഇവനെ പഴയ പോലെ കിട്ടുന്നില്ല കേട്ടോ പരിപാടിക്ക്. എന്താണ്ടാ സാവി, നീ എന്താ പരങ്ങണേ? ഞാൻ അങ്ങോട്ട് വരാം. വെറുതെ തിരിച്ചറിയാനേ. ഇപ്പം ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചില ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് 6.7 റേറ്റിംഗ്, എന്തുകൊണ്ടാണ് 66% റേറ്റിംഗ് പോയതെന്നുള്ള ഒരു ഗുഡ് റീസൺ ഐ അണ്ടർസ്റ്റുഡ്. 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എസ്പെഷ്യലി കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ ഭയങ്കര ചുരുങ്ങിയതാണ്. മലയാളി ഓഡിയൻസിന് ഭയങ്കര ചുരുങ്ങിയതാണ്. പക്ഷേ നിങ്ങൾ വേറെ റിയാക്ഷൻ ചാനൽ, ഇപ്പോൾ ലൈക്ക് ഓൾ ഇന്ത്യ ലെവലിലെ റിയാക്ഷൻ ചാനൽസ് ആണെങ്കിലും, അല്ലെങ്കിൽ ലൈക്ക് കുറേ ഫോറിനേഴ്സ് റിയാക്ടിങ് ടു മലയാളം ആൻഡ് ഓൾ ഇന്ത്യ ലെവൽ ഇന്ത്യൻ വീഡിയോസ് ഉണ്ട്, ഇന്ത്യൻ മൂവീസ് ആൻഡ് ഓൾ. ഐ തിങ്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി യു ഷുഡ് ബി ഫാമിലിയർ വിത്ത് ലൈക്ക് ജാബിക്കോയെ ആൻഡ് അവർ സ്റ്റുപ്പിഡ് റിയാക്ഷൻസ്, ഇങ്ങനത്തെ ചാനൽസ് യു ഷുഡ് ബി ഫാമിലിയർ വിത്ത്. ഇവരൊക്കെ ഒരു മേ ബി ഒരു ആവറേജ് മലയാളി ഓഡിയൻസിനെക്കാളും ചിലപ്പോൾ ഈ സിനിമ എൻജോയ് ചെയ്യാം. കാരണം അവർക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കുറച്ചുകൂടെ കിട്ടുമായിരിക്കും. ഇത് കണ്ടു വളർന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം ഐ തിങ്ക് എൻ്റെ പ്രായത്തിലുള്ള മിക്ക ആൾക്കാർ ഇത് മേ ബി തറവായിട്ട് എൻജോയ് ചെയ്തെങ്കിലും അത്യാവശ്യം ഡീസൻ്റായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ സിനിമ ഒരു ലൈക്ക് ഔട്ട് ഓഫ് ദ ലെവൽ വൺ സിനിമയൊന്നും അല്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറേ ലാഗ് ഉണ്ട്. കാരണം ആ ഫൈറ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് അവിടെ സ്റ്റോറിയുടെ പ്രോഗ്രഷൻ ഒന്നും ഇല്ല, ജസ്റ്റ് ആ ഫൈറ്റ് മാത്രമേ ഉള്ളൂ. ആ ഫൈറ്റിൽ പ്രത്യേകിച്ച് ട്വിസ്റ്റോ ഒരു സ്റ്റേക്കോ, കാരണം ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് അടിയുണ്ടാക്കണം. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, കുറേ അടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഫൈറ്റിന് മുമ്പുള്ള പാർട്ടൊക്കെ കുറച്ച് ചളി ഉണ്ടായിരുന്നു, കുറച്ച് കോമഡി ഉണ്ടായിരുന്നു. റെസ്ലേഴ്സിന് മാത്രം അറിയാവുന്ന കുറച്ച് സംഭവങ്ങൾ. കാരണം ഇപ്പോൾ റാൻഡി ഓട്ടനാക്കിയിട്ട് മറ്റേ തത്തമ്മയുടെ പേര്, റെസ്ലിംഗ് കണ്ടവർക്ക് മാത്രം കിട്ടുന്ന കുറച്ച് യുണീക്ക് ജോക്സും കുറേ യുണീക്ക് റെഫറൻസും ഉണ്ട്. കാരണം ഈ ഹോൾ തിങ് ഇസ് ബേസ്ഡ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, റൈറ്റ്? 619 എന്താണെന്ന് പറഞ്ഞാൽ ഇതില്ലാത്തൊരു റെഫറൻസ്, ഈ റെസ്ലിംഗ് റെഫറൻസ് ഇല്ലാത്ത ആൾക്ക് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. എൻ്റെ വീട്ടുകാരെ കൊണ്ട് കാണിച്ചാൽ മോസ്റ്റ് ലൈക്ലി അവർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ ഐ മീൻ അറ്റ്ലീസ്റ്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും, അനിയത്തിക്ക് കുറച്ചുകൂടി അറിയാം. സോ അമ്മയ്ക്ക് കാണിച്ചാലും ലൈക്ക് അവർ എൻജോയ് ചെയ്യില്ല. മേ ബി കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ടെന്ന് പറയും, പക്ഷേ ലൈക്ക് കഥയില്ല, ലൈക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ അങ്ങനെ പറയുള്ളൂ. സോ എന്തുകൊണ്ടാണ് ഇത് ഇത്ര റേറ്റിങ്ങിലോട്ട് പോയത്? കാരണം ലൈക്ക് ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദിസ് റേറ്റിംഗ്. പിന്നെ ലാഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ഡീസൻറ്റ് ലാഗ് ഉണ്ട്. എസ്പെഷ്യലി ആ ഫൈറ്റ് വരുമ്പോൾ ഫൈറ്റൊക്കെ നല്ലതായിരുന്നു, ഇറ്റ്സ് ഇൻട്രസ്റ്റിങ്. പക്ഷേ റെസ്ലിംഗ് റെസ്ലിങ്ങിൽ ഉണ്ടെങ്കിലും ആ ഒരു സ്റ്റേക്ക് ഉണ്ടല്ലോ, ലൈക്ക് ആര് ജയിക്കും, ഒരു മെഡൽ. അതിന് ഇപ്പോൾ ഒരു പ്രോപ്പർ ഫൈറ്റ് നടക്കുന്നതിന് മുമ്പ് റെസ്ലിങ്ങിൽ നല്ല ബിൽഡപ്പ് അവർ കൊടുക്കും. ഇപ്പോൾ സമ്മർ സ്ലാമിലോ അല്ലെങ്കിൽ റെസ്ൽമേനിയയിലോ 2 മെയിൻ ക്യാരക്ടേഴ്സിന് അടിയുണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ബിൽഡപ്പ് അവർ 6 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്യും. ഒരു എനിമിറ്റി, ഇപ്പം ജോൺസീനയും റോക്കും തമ്മിലുള്ള എനിമിറ്റി ആണെങ്കിൽ അത് വർഷങ്ങളോളം അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. ആ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് വേറൊരാൾ അടിക്കണു, അപ്രതീക്ഷിതമായി മറ്റൊരാളൊന്ന് അടിക്കണു, അച്ഛനടിക്കണു, വീട്ടുകാരെ വിളിക്കണു. എന്നിട്ട് ഏറ്റവും അവസാനം ഇതിൻ്റെ കൾമിനേഷൻ പോയിൻ്റ് ആയിരിക്കും റെസ്ൽമേനിയയുടെ ആ ഫൈനൽ ഫൈറ്റ്.
അത്രയും ബിൽഡപ്പ് ഒന്നും ഇല്ലാതുകൊണ്ട് ഓബിയസ്ലി എന്താ പറയുക, ഇങ്ങനെ ഒരു ഫൈറ്റ് വരുമ്പോൾ അതിൽ ഇവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എമൗണ്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രോപ്പർലി ട്രെയിൻഡ് അത്ലീറ്റ്സ് ആയിരുന്നെങ്കിൽ ദേ കൂടെ മേഡ് ഇറ്റ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ റോക്കി അല്ല, എന്താ പറയുക, നമ്മുടെ പുള്ളിയുടെ പേരെന്താണ്, ബോയ്ക്കയുടെ ശരിയുടെ പേര് മറന്നുവല്ലോ, ബോയ്ക്ക, സ്കോട്ട് ആറ്റ്കിൻസിൻ്റെ ചേട്ടാ അൺഡിസ്പ്യൂട്ടഡ് പോലത്തെ ഫൈറ്റൊക്കെ നമുക്ക് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം പാടാണ്. കാരണം അവരെല്ലാം ആ ലെവൽ ഓഫ് മാർഷ്യൽ ആർട്ടിസ്റ്റാണ്. അതൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ ഈ സിനിമയുടെ ലെവൽ വേറെ ആയിരിക്കും. പക്ഷേ അതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സാധനങ്ങൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എന്താ പറയുക, അത്ര ഹെവി ആയിട്ടുള്ള മൂവ്സ് ചെയ്യുമ്പോൾ ക്യാമറ ആംഗിൾ മാറ്റുന്നുണ്ട്. കാരണം ലൈക്ക് ഇവരെ കൊണ്ട് ചിലപ്പോൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്ത റെസ്ലിംഗ് മൂവ്സൊക്കെ മേ ബി സ്റ്റൺമാൻ വെച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ക്യാമറ ആംഗിൾ മാറ്റി കാണിക്കുമ്പോൾ ശരിക്കുള്ള ആക്ടറിനെ റീപ്ലേസ് ചെയ്ത് ഒരു സ്റ്റൺമാൻ വയ്ക്കുന്നുണ്ട്. പക്ഷേ മീൻ ടൈം ഇപ്പോൾ ബോയ്ക്ക അൺഡിസ്പ്യൂട്ടിലൊക്കെ ചെയ്യുമ്പോൾ അതിൽ സ്കോട്ട് ആറ്റ്കിൻസ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി മെയിൻ സ്റ്റൺസും പെർഫോം ചെയ്യുന്നത്. സോ അങ്ങനെ ഡിഫറൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് കൂടി ഇങ്ങനൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ ഐ ഹോപ്പ് ദാറ്റ് ഇപ്പോൾ ദർ ഇസ് ലൈക്ക് ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് ദിസ് റേറ്റിംഗ്. ഓക്കെ, എൻ്റെ മനസ്സിൽ ശരിക്കും ഐ വുഡ് സേ 6.5 or 6 out of 10 ഫോർ നൗ. സെക്കൻഡ് ഹാഫിലൊരു നല്ല കഥയുണ്ടെങ്കിൽ, കാരണം ഇവിടെ കുറേ എലമെൻറ്റ്സ് അവർ ഇട്ടിട്ടുണ്ട്. ചെറിയാൻ്റെ ക്യാരക്ടർ, ഇപ്പോൾ വെട്രിയുടെ ക്യാരക്ടർ, അതെങ്ങോട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഊഹിക്കാം. ഒരു സാധാരണ ആൾ ചിന്തിക്കുന്നവർ ഊഹിച്ചാൽ ഓബിയസ്ലി കുറച്ച് കഴിയുമ്പോൾ ചെറിയാനായിട്ട് പണിയും, മറ്റേ ഇവൻ കണ്ടുപിടിക്കും, വെട്രി കണ്ടുപിടിക്കും എന്താ സംഭവിച്ചതെന്ന്, മറ്റവനാണ് ഇട്ട് കൊടുത്തതെന്ന്. എന്നിട്ട് അവർ തമ്മിൽ അടിയാവും. എന്നിട്ട് മറ്റേ ജാസ്മിൻ്റെ കാര്യം ആരെങ്കിലും പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യും. എന്നിട്ട് ഏറ്റവും അവസാനം എല്ലാവരും കൂടെ ചെറിയൻ വന്നിട്ട് ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഫൈറ്റ് ക്ലബിലെ ഫൈനൽ അടി ചെറിയനും വേറെ ആരെങ്കിലും ആയിട്ടായിരിക്കും. പിന്നെ മമ്മൂട്ടിയുടെ ഒരു എലമെൻ്റ്, ഒരു അപ്രതീക്ഷിത എലമെൻ്റ് കൂടെ കിടപ്പുണ്ട്. അതാണ് എൻ്റെ ഹോപ്പ് ആക്ച്വലി. സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാമിയോ മറ്റോ കിട്ടുമെന്ന്. വേറെ എനിക്ക് പറയാനില്ല. ബേസിക്കലി ഇതൊരു ടാർഗറ്റ് ഓഡിയൻസിനുള്ള ഫിലിമാണ്. അതുകൊണ്ടാണ് ഇത്ര റേറ്റിങ്ങിലോട്ട് പോയത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നല്ല സ്റ്റോറി ഉണ്ടെങ്കിൽ കുറച്ച് റേറ്റിംഗ് കിട്ടേണ്ട ഒരു മൂവിയാണ്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദ റെസ്പോൺസ് മാൻ. ആൻഡ് ലൈക്ക് ഫോർ എ റെസ്ലിംഗ് ഫാൻ ദിസ് ഇസ് വെരി എൻജോയബിൾ. ദർസ് എ സ്പെഷ്യൽ പ്ലേസ്. ഈവൻ ഇഫ് ലൈക്ക് ഈ മൂവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് അല്ല എങ്കിൽ കൂടിയും ഡെലിവർ ചെയ്യേണ്ടടുത്ത് ഈ മൂവി ഡെലിവർ ചെയ്യും. കാരണം കാരണം മലയാളത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സാധനം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കൊച്ചിലെ തൊട്ടേ റെസ്ലിംഗ് WWE കണ്ട് വളർന്ന ആൾക്കാർക്ക് ഈ റെഫറൻസ് ഒക്കെ ദേ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ്. ഇവർ കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ആടിൻ്റെ സമയത്ത് ആട് 1 ഇറങ്ങിയ ടൈമിൽ അത് ഫ്ലോപ്പായിരുന്നു. പക്ഷേ അതിലുള്ള BGMസും അതിലവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടേഴ്സും കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഹിറ്റായത്. അതേപോലെ തന്നെ മേ ബി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ അവർ ഫോളോ അപ്പ് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ അതിനുള്ള ത്രെഡാണോ മമ്മൂട്ടി? ഇസ് ഇറ്റ് എ യൂണിവേഴ്സ് ദാറ്റ് ദേ ആർ ക്രിയേറ്റിംഗ്? ലോകം പോലെ പുതിയൊരു വോൾട്ടറിൻ്റെ യൂണിവേഴ്സും മണിയുടെ യൂണിവേഴ്സും ഒക്കെ ക്രിയേറ്റ് ആകാൻ പോവുകയാണ്. ആണോ? എനിവേ, ഐ കൈൻഡ് ഓഫ് എൻജോയ് ദ ഫസ്റ്റ് ഹാഫ്. ഓക്കെ, നോട്ട് ആസ് ബാഡ് ആസ് like I had more expectations, but it's there, man. I feel good about this movie. It's a very I'm enjoying this movie so far, and I am looking forward to the second half of this movie. Yeah, if you want to watch second half of this movie, wait, I'll drop it very soon in this channel. So that'll be it. Until I see you guys next video, good night and goodbye.